ഒരിക്കൽ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. കർത്താവായ യഹോവേ, ഞാൻ അതിനെയൊക്കെയും അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാമെന്നവൻ ചോദിച്ചു. നല്ലൊരു ചോദ്യമല്ലേ? രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും വർഷത്തിലുമൊക്കെ അബ്രഹാമിനോട് സംസാരിക്കുവാൻ ദൈവം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരിക, ഒരു പാളയം ഇറങ്ങുന്നത് പോലെ. എന്നാൽ അബ്രഹാം ദൈവത്തോട് ഒരു ചോദ്യം ചോദിച്ചു. നീ എന്തെല്ലാം കാര്യങ്ങൾ എന്നോട് പറയുന്നല്ലോ, ഇതിനെയൊക്കെ ഞാൻ അവകാശമാക്കും എന്നുള്ളതിന് എന്തൊന്നിനാൽ എനിക്കറിയാം. എനിക്കൊരു ഉറപ്പ് വേണ്ടേ? ഒരു രേഖയെങ്കിലും ഒന്ന് വേണ്ടേ? തരാം തരാം തരാം, നീ ഇങ്ങനെ ആകുമെന്നൊക്കെ പറയുന്നല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അബ്രഹാം ചോദിച്ച ചോദ്യത്തിന് ദൈവം അവന് കൊടുത്ത മറുപടി, ഞാൻ നിനക്കൊരടയാളം തരാൻ പോവുകയാണ്. അങ്ങനെ അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ടുകൊണ്ട്, അങ്ങനെ അബ്രഹാം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതായ വാഗ്ദത്തങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അതിശയകരമായ ഒരു ജീവിതം പുലർത്തിപ്പോകുകയും, ഇങ്ങനെയൊന്ന് ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാമിനൊരു പ്രത്യാശ. കമാൺ, ദൈവം എനിക്കൊരടയാളം തരാൻ പോവുകയാണ്. അപ്പോൾ ഈ കാര്യം എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചാൽ അതിനെ തീർച്ചയായിട്ടും ദൈവം എനിക്ക് തരാമെന്ന് പറഞ്ഞതിനെയൊക്കെ എനിക്ക് പ്രാപിക്കാൻ സാധിക്കും എന്നെനിക്കൊരു ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അവനോട് സംസാരിച്ച ദിവസം അബ്രഹാം ഉറങ്ങിയില്ല. ദൈവം സംസാരിച്ചതൊക്കെയും അതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു, തനിച്ച്, ആരോട് പറയാതെ യാഗവസ്തുക്കളെ കൊണ്ടുവന്ന് നടുവെ പിളർത്തി വെച്ചിരിക്കുക. പിന്നെ അബ്രഹാം ഒരു വശത്തിരുന്നിട്ട് ഇനിയും ദൈവം എന്ത് കൽപ്പിക്കുന്നോ അതിനെ ചെയ്യുവാനും അനുഷ്ഠിക്കുവാനും കാണുവാനും ഗ്രഹിക്കുവാനും ഒക്കെ തയ്യാറായി നിൽക്കുന്നു. ഒരു പക്ഷെങ്കിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതൊക്കെ അധികാലത്തങ്ങ് തുടങ്ങും. പ്രാർത്ഥനയ്ക്കാണെങ്കിലും അബ്രഹാം രാവിലെ എഴുന്നേൽക്കും. അങ്ങനെ അബ്രഹാം യാഗം കഴിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ വായിൽ നിന്ന് അബ്രഹാമിന് കൊടുത്ത കൽപ്പന പ്രകാരം താൻ അതെല്ലാം ഒരുക്കി വെച്ചു. യാഗപീഠത്തിന്മേൽ വെച്ചിരിക്കുക. കാത്തിരുന്ന് 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 എത്ര മണിക്കൂർ കാത്തിരുന്നു. അബ്രഹാമിൻ്റെ പ്രത്യാശ മുഴുവനും നഷ്ടപ്പെടുന്നത് പോലെ. എന്നാൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, ഉടലുകളിൽ മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നു. റാഞ്ചൽ പക്ഷി എന്ന് പറഞ്ഞാൽ ഏതുടലും ഭാരമേറിയ ഉടലുകളും അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്ന കഴുകനെ പോലെയുള്ള വലിയ റാഞ്ചൽ പക്ഷികൾ. കാട്ടുപോത്തുകൾ പോലും ചത്തുകിടന്നാൽ അതിനെ തൻ്റെ നഖങ്ങൾ, കാലിൻ്റെ നഖങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി ആകാശത്തേക്ക് പറക്കുവാൻ ശക്തിയുള്ള റാഞ്ചൽ പക്ഷി. അതിന് മൃഗത്തിൻ്റെ ഭാരം സാരമില്ല, അടിച്ചു മാറ്റുക, റാഞ്ചി കൊണ്ടുപോകുന്നവൻ. അബ്രഹാമിന് ഒരു പക്ഷെങ്കിൽ നിരാശയുണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അബ്രഹാം മഹത്വം കണ്ട ദേഹിയാണ്. ഒരു പക്ഷെങ്കിൽ നമ്മൾക്ക് അങ്ങനെ സംഭവിച്ചാൽ രാവിലെ മുതൽ ദൈവം പറഞ്ഞ യാഗവുമായിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് ഈ ഒടുവിൽ റാഞ്ചൽ പക്ഷികൾ അത് കൊണ്ടുപോകുവാൻ സമയമായെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കും? ദൈവം പറഞ്ഞിട്ട് കൊണ്ടുവന്ന വഴികളൊക്കെ ഒരു പക്ഷെങ്കിൽ എൻ്റെ തോന്നലായിരിക്കുമെന്നൊരു ചിന്ത നമുക്കുണ്ടാകും. എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിനൊരു ആത്മീക ചൈതന്യം അവൻ്റെ ജീവിതത്തിൽ നിഴലാടുവാൻ തുടങ്ങി.
അവൻ ഓടിച്ചെന്ന് റാഞ്ചൽ പക്ഷിയെ ആട്ടിക്കളഞ്ഞു, ശാസിച്ചു. നിങ്ങൾ അവനെ ശാസിച്ചാൽ അവൻ നിങ്ങളെ വിട്ടാൽ ഓടിപ്പോകും. പിശാചിൻ്റെ തന്ത്രങ്ങളോട് നിങ്ങൾ തോറ്റുപോകരുത്. അവൻ പരീക്ഷകളിൽ പ്രവേശിപ്പിക്കുവാൻ തക്കം നോക്കിയിരിക്കും. ആത്മീക ജീവിതത്തിൽ നിന്നും, പ്രത്യാശയിൽ നിന്നും, വാക്തത്വങ്ങളിന്മേലുള്ളതായ വിശ്വാസത്തിൽ നിന്നും താമസിച്ചു പോയി എന്ന്, ഇനിയും അങ്ങനെ ഉണ്ടാകില്ല എന്ന് നിന്റെ ചെവിയിൽ മന്ത്രിച്ച് നിന്റെ ജീവിതത്തെ അസ്ഥിരപ്പെടുത്തി ബലഹീനത നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഇടയാക്കുന്ന പല ചിന്തകളും കൊണ്ടുവരും. അബ്രഹാമോ അതിനെ ജയിച്ചു, ആട്ടിക്കളഞ്ഞു. എന്നാൽ അതിൻ്റെ അതേ അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം പോലെ കടന്നുപോയി. അതിൻ്റെ അർത്ഥം, നാം വിശ്വസിച്ചിരുന്ന വെളിച്ചമെല്ലാം അങ്ങ് പോയി, അസ്തമിച്ചു, വെളിച്ചമില്ല. സൂര്യൻ അസ്തമിക്കുക മാത്രമല്ല, ഇരുട്ടായ ശേഷം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷം ഇനിയും ദൈവത്തിൻ്റെ ആത്മാവ് തേടി വരില്ല എന്ന് അബ്രഹാമിന് തിട്ടമായി. അപ്പോഴിതാ വരുന്നു. അബ്രഹാമിൻ്റെ ഹൃദയം ക്ഷീണിച്ചു പോയില്ല. ഇരുട്ടാകുന്നത് വരെ ആ കുറ്റിക്കാട്ടിൽ ദൈവം പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവം വരും, അവൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതുപോലെ ചെയ്യും എന്ന് അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. ദൈവം അവനെ വിളിച്ചത് ചില അടയാളങ്ങൾ കാണിക്കുന്നതിനാണ്. അവൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ദൈവം വന്നിരിക്കുകയാണ്. ആ മറുപടി ലഭിക്കുന്നിടം വരെ ഇരുട്ടായ ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു തീച്ചൂള പോലെ, ഒരു തീപന്തം പോലെ അവൻ ദൈവത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിരുന്നതായ ആ യാഗവസ്തുക്കളുടെ നടുവിൽ കൂടെ കടന്നുപോയി. പിളർക്കാൻ പറഞ്ഞവൻ അവനാണ്. ആ പിളർപ്പിൻ്റെ നടുവിൽ കൂടെ ആ തീച്ചൂള കടന്നുപോയപ്പോൾ ആ തീച്ചൂള കൊണ്ടുവന്ന് അബ്രഹാമിൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കുകയുണ്ടായി. അവൻ ആത്മീക സന്തോഷത്താൽ നിറഞ്ഞു. ഇല്ല, എന്നിൽ കടന്നു വന്നതൊക്കെയും സംശയങ്ങളും ചോദ്യങ്ങളും എൻ്റെ മാനുഷിക ചിന്തകളായിരുന്നു, റാഞ്ചൽ പക്ഷികളായിരുന്നു. അതിനെ ആട്ടിക്കളഞ്ഞപ്പോൾ ഇരുട്ടാകുന്നത് വരെ കാത്തിരിക്കുവാൻ അബ്രഹാമിന് ഒരു വിശ്വാസം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒന്നാമത്തേത് പ്രാകൃതമാണ്. യെസ്, നമ്മൾ ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെല്ലാം പ്രാകൃതമല്ലാത്തത് ആയിരിക്കും എന്ന് ചിന്തിക്കരുത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. കാത്തിരിക്കുന്നവർക്ക് ഇരുട്ടായ ശേഷം സൂര്യൻ അസ്തമിക്കുവോളം പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ട് ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് നിന്റെ ഹൃദയം നിന്നോട് സംസാരിച്ച് ഉറപ്പാക്കുന്നിടം വരെയും ഇരുട്ടായ ശേഷം പുകയുന്ന ഒരു സഞ്ചാരം അവിടെ ഇത് അബ്രഹാം കണ്ടു. ആദ്യത്തേത് പ്രാകൃതം, ആത്മീയം പിന്നത്തേതിൽ വരുന്നു. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി
നിന്റെ മുൻപിലുള്ളതായ റാഞ്ചൽ പക്ഷികളെ നീ ആട്ടി ഓടിക്കുന്നവനാണോ എന്ന് ദൈവത്തിന് ഉറപ്പാക്കേണ്ടതുണ്ട്. ദൈവം നിന്റെ കയ്യിൽ ചില വാഗ്ദത്തങ്ങൾ തരുമ്പോൾ റാഞ്ചൽ പക്ഷികൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്ന വാഗ്ദത്തങ്ങൾ ദൈവം അതിനെക്കുറിച്ച് വളരെ ചിന്താകുലനാകും. അത് ദൈവത്തിൻ്റെയാണ്. ഇസഹാക്കിനെ ദൈവം അബ്രഹാമിന് കൊടുത്തപ്പോൾ ഇസഹാക്കിനെ കുറിച്ച് യാക്കോബ് എഴുതിയിരിക്കുന്ന ഒരു വാക്ക്, തൻ്റെ ഭയമാകുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇസഹാക്ക് ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയരെ, ദൈവം നമുക്ക് ചില വാഗ്ദത്തങ്ങൾ നൽകുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവം ചില പരിശോധനകൾ നടത്തും. എന്താണെന്നറിയാമോ? റാഞ്ചൽ പക്ഷികൾ ഇറങ്ങും. പ്രാകൃതം. ഒന്നാമത്തേത് പ്രാകൃതം വരും. പക്ഷെങ്കിൽ നിനക്കതിനെ ശാസിക്കാൻ കഴിയുമോ? ആട്ടിക്കളയാൻ കഴിയുമോ? എങ്കിൽ മാത്രമേ പിന്നത്തേതിൽ വരുന്ന ആത്മീകത്തെ നിന്റെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളുടെ അവകാശികളാക്കി നിന്നെ മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പലപ്പോഴും ചിന്താകുലവും ചോദ്യങ്ങളും സംശയങ്ങളും അവിശ്വാസവും പ്രത്യാശയില്ലായ്മയും സ്ഥിരതയില്ലായ്മയും ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വചനങ്ങളെക്കുറിച്ച്, വാഗ്ദത്തങ്ങളെക്കുറിച്ച് ഉറപ്പില്ലായ്മയും നമ്മളെ വേട്ടയാടുമ്പോൾ റാഞ്ചൽ പക്ഷികളായി അത് രൂപാന്തരം പ്രാപിക്കും. എന്നാൽ നിനക്കൊരു കടപ്പാടുണ്ട്. ദൈവത്തിൽ നിന്ന് വാഗ്ദത്തം പ്രാപിച്ച നീ, നിന്റെ ഉത്തരവാദിത്വം റാഞ്ചൽ പക്ഷികളെ ആട്ടിക്കളയുന്നുണ്ടെങ്കിൽ ഭയപ്പെടരുത്. ഇരുട്ടാകുന്നത് വരെ കാത്തിരിക്കുവാൻ ഒരു പുതിയ അഭിഷേകം ദൈവം നിനക്ക് തരും. പുതിയ ഒരു കൃപ ദൈവം നിനക്ക് തരും. ഇരുട്ടായിരുന്നാലും ദൈവത്തിൻ്റെ ആത്മാവിന് ഇരുട്ടിനെ വെളിച്ചമാക്കുന്നവൻ, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നവൻ, ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു സാന്നിധ്യം നിന്റെ മുൻപിൽ കൂടെ കടന്നു വരുന്ന, നിന്റെ ജീവിതത്തിൽ നീ ഉന്നയിച്ചതായ ചോദ്യങ്ങൾക്കെല്ലാം ഒരു മറുപടി, ഒരടയാളം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, എത്ര പ്രാവശ്യം ദൈവത്തോട് നീ ചോദ്യം ചോദിച്ചു? എനിക്കിതിനെ ലഭിക്കുമെന്ന് ഒരു അടയാളം എന്താണ് കർത്താവേ? ദൈവം നിനക്ക് ചില അടയാളം തരുന്നു. നാം ഇവിടെ സംസാരിക്കുന്നത് ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു പുത്രനെ കുറിച്ച് മാത്രമല്ല. നിന്നെ ദൈവം ഒരു ദേശത്തേക്ക്, ഒരു രാജ്യത്തേക്ക്, ഒരു സ്ഥാനത്തേക്ക്, ചില മണ്ഡലങ്ങളിലേക്ക് ദൈവമാണ് വിളിച്ചുകൊണ്ട് വന്നതെങ്കിൽ നിന്നെ കൊണ്ട് ചെയ്യുവാനുള്ളതായ ചില പ്രവൃത്തികൾ അവിടെയുണ്ട്. നിന്റെ പരമ്പരകളിൽ കൂടെ എന്നും നയിക്കും സ്ഥിരമായി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തേണ്ടതിന് ഒരു ജാതിയെ ദൈവം തിരഞ്ഞെടുത്ത് അവിടെ കൊണ്ടുവന്നെന്നുള്ളതിന് ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ ആ വിളിയുടെ പിന്നിൽ ദൈവത്തിന് പല ഉദ്ദേശം കാണും. ദൈവത്തിൻ്റെ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കിയല്ലോ. വാഗ്ദത്തങ്ങളുടെ അവകാശികളായി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണപ്പെടേണ്ടതിന് ദൈവം നമ്മിൽ നോക്കുന്നത് റാഞ്ചൽ പക്ഷികളുടെ കയ്യിൽ ദൈവം തരുന്ന വാഗ്ദത്തങ്ങളെ നീ കണ്ടിട്ട് കൊടുത്തിട്ട് നീ നിന്റെ കാര്യം നോക്കുന്നവനാണോ എന്ന് ദൈവം പരിശോധിക്കും. എന്നാൽ നീ ജയാളിയായി നിൽക്കുന്നുവെങ്കിൽ ഒന്നാമത്തേത് പ്രത്യക്ഷപ്പെടുന്നത് പ്രാകൃതമാണ്, ആത്മീകമല്ല എന്നുള്ളതായ ഒരു വെളിപ്പാട് നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ സാരമില്ല. ഇതാ കടന്നു വരുന്നു ഇരുട്ടിൻ്റെ മറവിൽ പുകയുന്ന ഒരു വലിയൊരു വെളിച്ചം, ഒരു സാന്നിധ്യം. ആ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൽ അടയാളമായി, വാഗ്ദത്തങ്ങളുടെ അവകാശികളായി ദൈവം വിളിച്ച് നിനക്ക് തരുന്ന അടയാളമായി കൈക്കൊള്ളുവാൻ, ഉൾക്കൊള്ളുവാൻ ദൈവം നിനക്ക് വലിയൊരു കൃപ ഈ പ്രഭാതത്തിൽ നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.